ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്കൊരു യാത്ര പോയാലോ? തൃശ്ശൂർ ടു കൊല്ലം. ഓൺ വോയിസ് വീഡിയോ ചെയ്യണമെന്ന് കുറേയായി വിചാരിക്കുന്നു. ബട്ട് എന്ത് ചെയ്യും? എപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കന്യാദാനം ലൊക്കേഷനിലോട്ടാണ്, കൊല്ലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ ടു കൊല്ലം. തൃശ്ശൂർ 4:30 എത്തേണ്ട ട്രെയിൻ വരുമ്പോൾ തന്നെ 5:15. അപ്പം തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. കാരണം എന്താ, കന്യാദാനം ഷൂട്ട് നമുക്ക് 8 മണിക്ക് തുടങ്ങുന്നതാണ്. ഞാൻ കൊല്ലം എത്തുമ്പോൾ 10 മണി. അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്യണം, കോസ്റ്റ്യൂം മാറണം, ഹെയർ കെട്ടണം. മൊത്തം അന്നത്തെ ദിവസം ടെൻഷനുള്ള ദിവസമാണേ. അപ്പം ഞാൻ വിചാരിച്ചു ട്രെയിനിലിരുന്ന് മേക്കപ്പ് ചെയ്ത് പോയാലോ എന്ന്. പിന്നെ നമ്മുടെ കന്യാദാനം സീരിയലിൽ അധികം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് വലിയ പണികളൊന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ട്രെയിനിലിരുന്ന് ആ പരിപാടി അങ്ങ് തുടങ്ങിയാന്ന്. എൻ്റെ കഷ്ടകാലത്തിന് 23-ാം തീയതി ഞാൻ സാധാരണ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ തലേ ദിവസമാണ് പോവാറ്. അന്ന് ബട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ മോർണിംഗ് എടുത്ത തീരുമാനം വെറുതെ ആയി എന്ന് എനിക്ക് തോന്നി. പക്ഷേ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ വെറുതെ അല്ല കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി, അത്ര എളുപ്പമല്ല കേട്ടോ ട്രെയിനിലുള്ള ഈ ഒരുങ്ങുന്ന പരിപാടി. നമ്മുടെ ട്രെയിൻ ഓരോ വളവ് വളയുമ്പോഴും എൻ്റെ ഫോണ് താഴെയായിരുന്നു. പിന്നെയും എടുത്ത് ഷൂട്ട് ചെയ്ത് ഞാൻ ആരാ മോള്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പിന്നെ നമ്മളങ്ങോട്ട് ഒന്നും ആലോചിച്ചില്ല, ഫുൾ മേക്കപ്പ് ചെയ്തിട്ടേ പോവുള്ളൂ എന്നൊരു വാശിയിലായിരുന്നു. അധികം സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. കുറച്ച് ഫൗണ്ടേഷൻ, സൺസ്ക്രീൻ, പിന്നെ കണ്ണ് വരയ്ക്കും, ഐഷാഡോ ഇടും, മസ്കാര ഇടും, പൊട്ട് വയ്ക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ എല്ലാവരും ഡൗട്ടാണ്, എൻ്റെ ഈ ചുണ്ടിന് മുകളിലുള്ള മറുക് ബ്യൂട്ടി സ്പോട്ട് ഒറിജിനലാണോ ടാറ്റു ചെയ്താണോ എന്ന്. അതെൻ്റെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഈ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ മങ്ങി പോകാറുണ്ട്. അപ്പം ഞാനത് എടുത്ത് കാണിക്കാൻ വേണ്ടി, കുറച്ച് ഡാർക്കാക്കാൻ വേണ്ടി അവിടെ കുറച്ച് കരി കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് മാറിയല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈനൽ ലുക്കിലോട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ദയ ക്യാരക്ടർ കന്യാദാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് നമ്മൾ കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബായ്.